പത്മകുമാർ വിരൽ ചൂണ്ടി തന്ത്രി അകത്തായി ഇപ്പൊ റിമാൻഡിലാണ്. തന്ത്രിയെ തൊട്ടത് മുതൽ ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ അങ്ങ് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. തന്ത്രി തെറ്റുകാരനല്ല, തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതാണ്, രണ്ട് മന്ത്രിമാരെ സംരക്ഷിക്കാനായി തന്ത്രിയെ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രിക്ക് വേണ്ടി അങ്ങ് ശബ്ദങ്ങൾ ഉയരുകയാണ്. ആ സമയത്ത് അയ്യപ്പന്റെ സ്വർണം പോയതിനെ കുറിച്ചോ അയ്യപ്പനെ തന്നെ കടത്തിയതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. തന്ത്രിയെ തൊട്ടു, അതാണ് പ്രശ്നം. ഇതില് വേറെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ കേരളം അങ്ങ് കത്തിക്കുകയാണ് തന്ത്രിക്ക് വേണ്ടിയിട്ട്. BJP-ക്കാരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പൊ പോറ്റിയും തന്ത്രിയും തമ്മിൽ 2004 മുതൽ വളരെ അടുപ്പത്തിലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോറ്റിയും ഗോവർദ്ധനും ജയറാമും തമ്മിലും അടുപ്പമുണ്ടല്ലോ. ഈ ജയറാമിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഈ ബിസിനസ് നടന്നത് എന്നാണ് പറയുന്നത്. കാരണം അവിടെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജയറാമിന്റെ വീട് തിരഞ്ഞെടുത്തതെന്നൊക്കെയാണ് മഹേഷ് പണിക്കർ അടക്കം പറയുന്നത്. ഈ ശബരിമലയിലെ ഈ കട്ടളകളും വാതിലുകളും ഒക്കെ പണിയുന്ന അവരടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്ത്രിയിൽ നിന്ന് ജയറാമിലോട്ടായിരിക്കുമോ? ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ജയറാം യഥാർത്ഥത്തിൽ അറസ്റ്റിലാവേണ്ട ആളാ. അതിനകത്ത് നിയമപരമായിട്ട് നോക്കുമ്പം ജയറാമിനെ എപ്പോഴേ അറസ്റ്റ് ചെയ്യണ്ട. ജയറാമിനെ ഇത് ചോദ്യം പോലും ചെയ്തിട്ടില്ല. ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിനകത്ത് നമ്മൾ നേരത്തെ കേട്ടത് അന്വേഷണ സംഘത്തിനകത്ത് 2 അഭിപ്രായമാണ്. ജയറാം VIP ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ, സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഓരോരുത്തർക്ക് മോട്ടിക്കുന്നതിന് VIP-യും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഉണ്ടോ? അപ്പോൾ അതാണല്ലോ ഇപ്പം തന്ത്രിയുടെ കാര്യത്തിൽ വന്നപ്പോൾ ശബരിമല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉയിരാണെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ വന്ന് പറഞ്ഞിരിക്കുന്നത് തന്ത്രിയെ കുടുക്കിയത് മന്ത്രിയെ രക്ഷപ്പെടുത്താൻ. തന്ത്രിയെ കുടുക്കിയ മന്ത്രിയെ രക്ഷപ്പെടുത്താനെങ്കിൽ തന്ത്രിയെ കൊണ്ടങ്ങ് പറയിക്കിടേ മന്ത്രിയുടെ പേര് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇതിനകത്ത് വേറെ ഒന്നുമല്ല. അന്വേഷണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സുതാര്യമാണെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ആയിരുന്നെങ്കിൽ ആദ്യ തന്ത്രിയായിരുന്നു. ഞാൻ തന്നെ അടുത്ത് പലവട്ടം പറഞ്ഞു, തന്ത്രി എങ്ങനെ വന്നാലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളത്. മകരവിളക്ക് കഴിയട്ടെന്ന് വെച്ച് നോക്കി ഇരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം തന്ത്രി അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ. അതുകൊണ്ട് കാരണം തന്ത്രി ഈ ഇതിനകത്ത് നമ്മൾ ഈ കേസിന്റെ തുടക്കം അല്ലെങ്കിൽ പരാതി എന്നപ്പോൾ കോടതി ഏറ്റെടുത്ത് അന്വേഷിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ കോടതി നേരത്തെ പറഞ്ഞിരുന്നു, കോടതിക്ക് അറിയാം അന്വേഷണം എത്ര കണ്ടാലും നമ്മളുടെ മേൽനോട്ടത്തിലാണെങ്കിലും നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചാലും ആ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണതലത്തിലും അല്ലെങ്കിൽ അത്തരത്തിൽ വമ്പന്മാരും ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം അറിയാവുന്ന ആൾക്കാരുടെ പേര് കോടതി പറഞ്ഞിരുന്നു. അതിനകത്ത് തന്ത്രിയും ഈ പറയുന്ന മേൽശാന്തിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഗൂഢാലോചനയുടെ കാര്യം. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അതും കോടതി ബുദ്ധിപൂർവ്വമാണ് പറഞ്ഞു. കോടതി ബുദ്ധിപൂർവ്വം ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അവിടുന്ന് സാധനം പോകണമെങ്കിൽ അവിടുത്തെ ശബരിമല ആയതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒരു വലിയ ബോഡി ഉണ്ടല്ലോ, ദേവസ്വം ബോർഡുണ്ട്. അതിനകത്ത് സ്പെഷ്യൽ കമ്മീഷണർമാർ എല്ലാ വകുപ്പിൻ്റെയും മേലെ അധികാരികളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വാക്കായിട്ടുള്ള തന്ത്രിയുണ്ട്. അപ്പൊ ഗൂഢാലോചന നടക്കണമെങ്കിൽ തന്ത്രിയും ദേവസ്വം ബോർഡും തമ്മിലാവണം. അതായത് ഉന്നതരുടെ ഗൂഢാലോചന നടന്നാൽ മാത്രമേ ശബരിമലയിൽ നിന്ന് ഏത് സാധനവും കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. അതുകൊണ്ട് ആ ഗൂഢാലോചന നടക്കണം. ആ കൂടെ പറഞ്ഞില്ലേ കടൽ കടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പൊ എല്ലാം കോടതിക്ക് ബോധ്യമുള്ളതുപോലെ ആ കോടതി ആദ്യമേ പറഞ്ഞത്. എന്നിട്ട് തന്നെ ഈ അന്വേഷണം നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോരുത്തർ ഇപ്പൊ തന്ത്രിയെ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തെങ്ങനെ, തന്ത്രിയെ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ടുള്ള ആൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന തന്ത്രിയുടെ പേര് പറഞ്ഞു, അതിനകത്ത് അയാളുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞു, അയാളുടെ ഇടപെടിയിൽ പറഞ്ഞു, അയാൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. ഈ പറയുന്നത് പോലെ റെക്കോർഡിക്കലായിട്ടും തന്ത്രി അതിനകത്ത് പെട്ടിട്ടുണ്ടല്ലോ. കാരണം അതായത് മുരാരി ബാബു ഉണ്ടാക്കിയ മഹസറിനകത്ത് തന്ത്രി ഒപ്പിട്ടിട്ടില്ലേ? തന്ത്രിയുടെ ആജ്ഞയില്ലാതെ ഈ പറയുന്ന സാധനം ഒരുപക്ഷെ വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണം പൂശിയ സമയത്ത് ഇയാളുടെ അച്ഛനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണം പൂശുന്നത് വരെ ഇവിടെ വെച്ചാകണം, ഇവിടെ വെച്ച് മാത്രമാകണം. അതാണ് ഇവിടുത്തെ അയ്യപ്പൻ അല്ലെങ്കിൽ ദേവന്റെ ആഗ്രഹം. അത്തരത്തിലേ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സമയത്താണ് ഈ പറയുന്ന സാധനം അവിടെ നിന്ന് പോകുന്നു. തന്ത്രി ദിവസവും ദ്വാരപാല ശില്പത്തിനകത്ത് സ്വർണം പൊതിഞ്ഞ പാളി ഇല്ലാത്ത കാര്യം തന്ത്രി ബോധ്യപ്പെടുന്നു. അവിടുന്ന് കൊണ്ടുപോയത് 40 ദിവസമാകുന്നു. ഇത് ബാംഗ്ലൂരിലാണെന്നും ഒരു പക്ഷേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും വിചാരിച്ചാൽ നടക്കാത്ത രീതിയിലേക്ക് ഈ പാളി നമ്മൾ അറിഞ്ഞത് ഒരു ജയറാമിന്റെ വീട്ടിൽ മാത്രമേ. ഇവിടൊക്കെ കൊണ്ടുവച്ച് പൂജിച്ചു, ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, എത്ര കോടികൾ ഉണ്ടാക്കി ഇയാൾ. ഇതിന്റെ പുറകിൽ ഈ പറയുന്ന SIT കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ സ്പോൺസർഷിപ്പ്. അമ്പലത്തിൽ വരാത്ത സ്പോൺസർഷിപ്പ്, ഇതിനകത്ത് സ്വർണം പൂശുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് അമ്പലത്തിലെ ആളാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ വൃത്തിയില്ലല്ലോ.
വിശ്വസിക്കാതിരിക്കാൻ ഈ ഗോവർദ്ധനും മറ്റ് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആൾക്കാർക്ക് ഒത്തുകളിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇതിനകത്ത് ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. കാരണം ഇത് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമായിട്ട് അവിടെ അല്ലെങ്കിൽ സ്വർണം പൂശും, നിങ്ങളുടെ വകയായിട്ട് സ്വർണം പൂശും എന്ന് ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞാൽ വിശ്വസിക്കത്തക്ക രീതിയിലേക്കുള്ള ഇടപാടല്ലേ അയാളിൽ ഇതിന്റെ എല്ലാം പുറകിൽ നിൽക്കുന്നത്. മാത്രമല്ല അയാൾ ഒരുപക്ഷെ ഈ പറയുന്നത് ശരിയാണോ എന്ന് വരുത്തി തീർക്കാൻ ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുത്തി കൊടുക്കുമല്ലോ. ഇയാൾ ഇടനിലക്കാരനാണല്ലോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജയറാം അറസ്റ്റിലാവേണ്ടതായിട്ടുണ്ട്. ജയറാമിനെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് ഇപ്പം ഏറ്റവും അവസാനം തന്ത്രിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഏറ്റവും അവസാനം കോടതിയിൽ രഹസ്യ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ കോടതി ചോദിച്ചു കാണും എന്തുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഹൈക്കോടതി ചോദിച്ചല്ലോ, എന്നിട്ടിപ്പോൾ ഒരാൾ വെളിയിലാണ്. പോലീസുകാരൻ IG ആയിട്ടുള്ള ആളുടെ അച്ഛൻ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് അയാൾ പ്രതിയാണെന്ന് കോടതി പറഞ്ഞിട്ടും സുപ്രീം കോടതി വരെ വിമർശിച്ചിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാത്ത സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്ക് അപ്പുറം തന്ത്രി നിന്നതുകൊണ്ടും തന്ത്രിക്കെതിരെ തെളിവുകളുള്ളതുകൊണ്ടും കോടതി ചോദിച്ചതുകൊണ്ടും, അല്ലെങ്കിൽ നാളെ കാലത്തെ അതിനകത്ത് വേറെ അന്വേഷണ ഏജൻസികൾ വന്നാൽ ആദ്യം പിടികൂടുന്നത് തന്ത്രി ഉൾപ്പെടെയുള്ളവരെ ആയതുകൊണ്ടും ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്താ, അല്ല ഇഷ്ടമുള്ളതുപോലെ അറസ്റ്റ് ചെയ്തില്ല. ഇതിനകത്ത് ഇപ്പം വന്നപ്പോൾ തന്ത്രിക്ക് എന്താ മോഷ്ടിക്കാൻ പറ്റത്തില്ലേ? തന്ത്രിയല്ലേ മോഷ്ടിക്കുന്നത്? തന്ത്രിയല്ലേ 2004 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റിയത്? തന്ത്രിയുടെ പുറകിലല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ പല ഫോട്ടോസും പരിശോധിക്കുമ്പോൾ ഉള്ളത്? ഈ തന്ത്രിക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്വാധീനമില്ലാഞ്ഞിട്ടാണോ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ കൂടെ, അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള UDF നേതാക്കന്മാരുടെ കൂടെ, അല്ലെങ്കിൽ MP മാരുടെ കൂടെ, MLA മാരുടെ കൂടെ ഏതറ്റം വരെയും ഇയാൾ പോകുന്നത് എന്തിന്? ഇയാൾക്ക് എന്താ അവിടെ കാര്യം? ഇയാൾ രാഷ്ട്രീയക്കാരനല്ല. ഇയാൾ ഇവരുടെയൊക്കെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇവരുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പപ്പൻ പറഞ്ഞതുപോലെ എനിക്ക് നിർദ്ദേശം വന്നത് മുകളിൽ നിന്നാണ്, എനിക്ക് നിർദ്ദേശം വന്നത് പൂശാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ആളിനെ ഏൽപ്പിക്കണമെന്ന് മേളിൽ നിന്ന് നിർദ്ദേശം വന്നു. ഏത് രീതിയിലാണ് ഞാനിത് ചെയ്തത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ ദൈവതുല്യർ, തന്ത്രിയെ നമ്മൾ വിചാരിക്കുന്നു ദൈവതുല്യർ എന്ന് പറയുമ്പോൾ പല രീതിയിലും വ്യാഖ്യാനം വരാം. മന്ത്രിയെ ദൈവതുല്യരായിട്ട് കാണുന്ന എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ അത്ര. അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ പറയുന്ന ജയറാമിന്റെ ഇൻവോൾവ്മെന്റ്, നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ ഈ കച്ചവടത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് ശബരിമലയിലെ കട്ടിളപ്പാളിയാണ്, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പമാണ്, അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ആരും അറിയാതെ കാണുന്നതിന് വേണ്ടി, അതിനകത്ത് അതിൻ്റെ വില വയ്ക്കുന്നതിന് വേണ്ടി, ആ ഡീൽ നടത്തുന്നതിന് വേണ്ടി ഒരു പൂജ അറേഞ്ച് ചെയ്തതാണോ? അതാരും സംശയിക്കാതിരിക്കുന്നത്. ജയറാമിനെ വില്ലാകുമ്പോൾ ആരും സംശയിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലേക്കാണ് നോക്കുക. അപ്പൊ ആ രീതിയിലേക്കുള്ള അന്വേഷണം, അതായത് ഇതിനകത്ത് അന്വേഷണം എങ്ങും എത്താതെ പോകുന്നു. SIT കോടതി പുറകിൽ നിൽക്കുന്നത് പോലെ, ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പഞ്ചറായ വണ്ടിയാ കോടതി തള്ളി കൊണ്ടുപോവാ. സത്യ ഇത് നിൽക്കുന്നു, കോടതിയിൽ അങ്ങോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു, കോടതി വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ഒരു അറസ്റ്റ് നടക്കുന്നു, വീണ്ടും അവിടെ നിൽക്കുന്നു, വീണ്ടും ഇങ്ങനെ കോടതി ചോദിച്ച് കോടതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ പറയുന്ന പല വകുപ്പുകളും ഇതിനകത്ത്, ഈ പറയുന്ന പോലെ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക കൊള്ളയുടെ വകുപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന പല വകുപ്പുകളും ചേർക്കുന്നതിന് കോടതി പറയുന്നത് എല്ലാം അന്വേഷണ സംഘമല്ലേ നടത്തേണ്ടത്. നടത്താത്തപ്പോൾ, അവർ ചെയ്യാത്തപ്പോൾ, നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കോടതി ഇടപെട്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് തന്ത്രിക്ക് ഇപ്പൊ തന്ത്രിയെ ചോദ്യം, ചന്ദ്രിക്ക് ദേഹാസ്വസ്ഥ്യം മൂലം ആശുപത്രി കിടക്കുക, അപ്പൊ ഇയാളെ കസ്റ്റഡി മേടിക്കാം. കസ്റ്റഡി മേടിച്ചിട്ട് തന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെ ആരൊക്കെ ഉന്നതരുണ്ടെന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാവുന്നതിനപ്പുറം ആർക്കും അറിയത്തില്ലല്ലോ. തന്ത്രി അറിയാതെ, കാരണം ഇതിനകത്തൊരു പാളി ഇളക്കണമെങ്കിൽ ഈ പറയുന്ന ഭഗവാന്റെ ഹിതം അറിയണം. ഹിതം പുള്ളി അത് അവിടെ അതിനകത്ത് കയറി തീരുമാനിക്കും. ഹിതം പുള്ളി തീരുമാനിച്ചിട്ട് പുള്ളി ആദ്യം ഇളക്കി കൊടുക്കണ്ടേ. അതായത് ഒരു ബോൾട്ട് അഴിക്കണമെങ്കിലും ഒരു കട്ടിളപ്പാളി ഇളക്കണമെങ്കിലും ആദ്യം നമ്മൾ അത് ഇളക്കുന്നതിന് മുമ്പ്, ജോലിക്കാർ ചെയ്യുന്നതിന് മുമ്പ് പുള്ളി അത് ചെയ്യുന്നതായിട്ടൊന്ന് ആജ്ഞ അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം. ചെറുതായിട്ടൊരു തട്ടണം. ഈ രീതിയിലൊക്കെ നിൽക്കുമ്പം തന്ത്രി പ്രതിയല്ലാതാവുന്നത് എങ്ങനെയാണ്? തന്ത്രി എങ്ങനെയാണ് പെടുത്തുന്നത്? ആരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്? അപ്പൊ ഇതിനകത്ത് BJP-ക്കാർ ഭയക്കുന്നോ? തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് സോണിയാഗാന്ധി ഉണ്ടാകാം, UDF നേതാക്കന്മാരുണ്ടാകാം, CPM ഉന്നതരുണ്ടാകാം, അതുപോലെ തന്നെ BJP-യുടെ ഉന്നതരും ഉണ്ടാകാം. കാരണം ഈ പറയുന്ന ദ്വാരപാലക ശില്പവും വാതിൽപ്പടിക്കും അപ്പുറം
ഈ പോറ്റി കയറിയ അന്ന് തൊട്ട് പോലും അന്വേഷിച്ചാൽ ഈ അന്വേഷണം അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പോയത് വളരെ വിശാലമായിട്ടുള്ള കൊള്ളയായിരിക്കും. നേരത്തെ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നത് എന്തിനാ? 2004 ഈ പറയുന്ന KC വേണുഗോപാലിനെ കാർത്തികേയനെ മാറ്റിയിട്ട് അവിടെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കിയിട്ടുണ്ട്. KC ചോദിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ സോണിയാഗാന്ധി? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ ലോകത്തിലെ ഏറ്റവും വലിയ ആള്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ സോണിയാഗാന്ധിയുടെ പേരെന്തിനാ അതിനകത്ത് വലിച്ചടിക്കുന്നതെന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ. അപ്പം നമുക്ക് സംശയിക്കാം, 2004 പോറ്റിയെ കയറ്റി പപ്പൻ പറയുന്നു അന്നു മുതലേ കയറി, അതിന്റെ പുറകിൽ അന്നും അന്നും ഈ തന്ത്രി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അന്നും മന്ത്രിമാരുണ്ടല്ലോ, അന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടല്ലോ. അപ്പൊ ഇതിനു മുമ്പ് ഇരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഈ ആൾക്കാർ വരുന്നല്ലോ, കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് തന്ത്രിയുടെ പ്രതിരൂപം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തന്ത്രിക്ക് എത്തിപ്പെടാൻ പറ്റാത്തിടത്ത്, അല്ലെ തന്ത്രിയെ എല്ലായിടവും അറിയുന്നിടത്ത് നിന്ന് തന്ത്രിക്ക് മാറി നിൽക്കാൻ എല്ലാ കാര്യവും സ്പോൺസർമാരെ ഉൾപ്പെടെ അവിടെ വരുന്ന എല്ലാ കാര്യത്തിനകത്തും ഇടപെടിയിൽ നടത്താൻ ഇടപെടുത്തിയിട്ടുള്ള ആളാണ്. അതിനകത്ത് അവിടെ എത്രയോ പോറ്റിമാരുണ്ട്. ഈ പറയുന്നത് പോലെ വലിയ പരികർമ്മികളായിട്ട്. ഇയാൾക്ക് മാത്രം എന്താണ് അവിടെ കാര്യം? ഇയാൾക്ക് ബാംഗ്ലൂരിൽ എന്താണ് കാര്യം? ഇയാൾക്ക് ഓർവർദ്ധനുമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഇയാൾക്ക് സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഇയാൾക്ക് ഡീമണിയുമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഈ ബന്ധത്തിന്റെ എല്ലാം പിറകിൽ, അതായത് ഈ അന്വേഷണം കോടതി പറയുന്നിടത്ത് മാത്രം, കോടതി ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നതും മാത്രമായിട്ട് പോകുന്നു. വിശാലമായിട്ടുള്ള ഗൂഢാലോചനയും ഉന്നതരെയും പിടിക്കുന്ന ഒരവസ്ഥയിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഒരു പക്ഷേ ഇനിയും കോടതി പറയും ജയറാമിനെ ചോദ്യം ചെയ്യാൻ, അന്നേരം ജയറാമിനെ അറസ്റ്റിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ തന്ത്രിയെ രക്ഷപ്പെടുത്താൻ ഒക്കാത്ത രീതിയിൽ തന്നെ ജയറാമിനും ഇതിനകത്ത് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം ഈ പറയുന്ന തൊണ്ടി മുതൽ, അല്ലെങ്കിൽ മോഷ്ടിച്ചെന്ന് പറയുന്ന മുതൽ, അല്ലെങ്കിൽ കൊണ്ടുപോയ സമയത്ത് ജയറാമിന്റെ വീട്ടിൽ കയറിയിരുന്ന ഒറ്റ കാരണം കൊണ്ട് ജയറാമിനെ പിടിച്ച് അകത്തിടാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ജയറാമിന്റെ മൊഴിക്കകത്തും വൈരുദ്ധ്യമുണ്ട്. 100 രൂപയ്ക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ വീട്ടിൽ കയറ്റി പൂയിച്ചേച്ച് പോയെന്ന് പറഞ്ഞാൽ അതൊക്കെ ജയറാമിന്റെ അബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വെപ്രാളം കൊണ്ട് ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് വിചാരിച്ച ആ ഒരു കാരണം മാത്രം മതി. ഏതായാലും ജയറാമിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് സെലിബ്രിറ്റി ആണെങ്കിൽ ഒരുപക്ഷെ കോടതി ജയറാമിന്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ചോദിക്കുമ്പോൾ അറിയാതെ പിടിച്ചേ മതിയാകത്തുള്ളൂ എന്ന് വേണം കരുതാൻ.